ഇപ്പോൾ ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രശാന്തിന് ആളുകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. അദ്ദേഹം എഴുതും, പുസ്തകം ഇറക്കും, നല്ല രസകരമായിട്ട് സംസാരിക്കും, രസകരമായിട്ട് പുസ്തകം എഴുതും. അതുകൊണ്ട് നിറയെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർ കുറേ ദിവസങ്ങളായിട്ട് നടന്നൊരു പ്രധാനപ്പെട്ട ചർച്ച അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്, സിവിൽ സർവീസ് വിട്ട് എന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് വന്നിട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നും വരുന്നില്ല, രാഷ്ട്രീയത്തെക്കാൾ പ്രധാനപ്പെട്ട പരിപാടിയിലാണ് ഞാനുള്ളത്. ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയൊരു ജോലിയാണ്, ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു ജോലിയാണിത്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോവുകയില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. അതായത് അദ്ദേഹം രാഷ്ട്രീയത്തേക്കില്ല, ഞാൻ സിവിൽ സർവീസ് ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ ഈ IAS കാരനായിട്ട് തുടരുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ റൂൾ ബുക്കാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് അവരുടെ റൂൾ ബുക്ക് വളരെ വിശാലമായതാണ്. അവർക്കും റൂൾ ബുക്ക് ഉണ്ട്, പക്ഷേ വളരെ വിശാലമായതാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും പറയാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം, ആര് നേരം വേണമെങ്കിലും ഗ്വാ വിളിക്കാം, എന്ത് എതിർപ്പ് നടത്താം, എന്തും ചെയ്യാം. പക്ഷേ സിവിൽ സർവീസുകാർ അത് വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് ഒരു വരക്കകത്ത് നിൽക്കുന്ന പരിപാടിയാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തും ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടായ കാലത്ത് തന്നെ മുതൽ അങ്ങനെയാണ്. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ അവർക്ക് കൃത്യമായിട്ട് റൂൾ ബുക്കിനകത്ത് നിന്ന് വളരെ ചിട്ടവട്ടങ്ങൾക്കകത്ത് കൂടിയേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിശ്ചിതമായിട്ടുള്ള ശാസനകളുണ്ട്. അതാണ് സിവിൽ സർവീസുകാരനാക്കുന്നത്, സിവിൽ സർവീസുകാരനെ രാഷ്ട്രീയക്കാരന് വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രീവൻസസിൽ ഏതാണ് ശരി തെറ്റ് എന്ന് നമുക്കറിയില്ല, നിശ്ചയമായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ജയതിലകാണോ കുഴപ്പക്കാര്, ചീഫ് സെക്രട്ടറി ആണോ കുഴപ്പക്കാരി, ഇദ്ദേഹം തന്നെയാണോ കുഴപ്പക്കാരൻ, ഈ കാര്യത്തിൽ ഖണ്ഡിതമായിട്ട് നമുക്ക് വിശദാംശങ്ങളെ കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യം, പരസ്യമായിട്ട് നടത്തുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും എതിർപ്പുകളും അദ്ദേഹത്തിന്റെ പദവിയിലിരിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ലാത്തതാണ് എന്ന തോന്നലാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് വരുന്നത്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഇദ്ദേഹം മുമ്പ് കോഴിക്കോട് കളക്ടറായിരിക്കെ അദ്ദേഹം എന്തോ ഒരു വിഷയത്തിൽ MK രാഘവനുമായിട്ട് തെറ്റി, എനിക്ക് ആ വിഷയം ഇപ്പോൾ ഓർമ്മയില്ല, MK രാഘവനുമായിട്ട് തെറ്റി. MK രാഘവൻ പരസ്യമായിട്ട് പറഞ്ഞു ഇദ്ദേഹം N പ്രശാന്ത് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. എന്തോ രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ്, അതിനകത്ത് N പ്രശാന്ത് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? പ്രശാന്ത് ജില്ലാ കളക്ടർ പദവിയിലിരിക്കുന്ന N പ്രശാന്ത് എന്ന് പറയുന്ന ഈ IAS കാരൻ, മുസൂറിയിൽ പോയി പഠിച്ച് ഈ ചിട്ടവട്ടങ്ങളെല്ലാം ശരിയാക്കി വന്നിരിക്കുന്ന ഇദ്ദേഹം ഒരു കുന്നംകുളത്തിൻ്റെ മാപ്പ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്തൊരു അപക്വമായിട്ട് പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിനകത്ത് 2-3 കാര്യങ്ങൾ, എൻ്റെ ധാരണ 2-3 കാര്യങ്ങൾ. ഒന്ന്, രാഷ്ട്രീയക്കാരോടുള്ള പുച്ഛം. 2, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറും എന്ന ധാർഷ്ട്യം. അത് പാടില്ല. അത് രാഷ്ട്രീയക്കാരോടുള്ള ഒരുതരം, രാഷ്ട്രീയക്കാർ കുറച്ച് കുറഞ്ഞ ആളുകളാണ്. ഈ ഞാൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ, മാധ്യമങ്ങളോട് സംസാരത്തിൽ MP MLA ഒക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഒരല്പം അങ്ങ് പുച്ഛിച്ച് കളയാം എന്ന തോന്നലാണെന്ന് എനിക്ക് MK രാഘവൻ്റെ ആ കേസ് തൊട്ട് തോന്നലുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇപ്പോഴത്തെ കേസുകളിൽ ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണ്, അദ്ദേഹമാണോ ശരി, അദ്ദേഹമാണോ തെറ്റെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും ഇദ്ദേഹം ഈ നടത്തുന്ന ഈ തമാശ കളികൾ, ഫേസ്ബുക്കിലൊക്കെയുള്ള ഈ കളികൾ അതിര് കടന്നതാണ്. അതൊന്നും ചെയ്യാനുള്ള പദവിയല്ല സിവിൽ സർവീസുകാരുടെ പദവി. ഈ ചിട്ടവട്ടങ്ങൾക്കകത്ത് തന്നെ നിന്നിട്ട് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ എന്നാണ് ഞാൻ പറയുക.